കഴിഞ്ഞ ദിവസം നമ്മൾ അവക്കാടോ വെച്ചിട്ട് റെസിപ്പി ട്രൈ ചെയ്തായിരുന്നു. നമുക്ക് ഇന്ന് അവക്കാടോ വെച്ചിട്ടൊരു ഷേക്കും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. വാ. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കല്ലേ. ഷേക്കിന് ആവശ്യമായിട്ടുള്ളത് 2 അവക്കാടോ, ഒരു കട്ട പാല്, ബദാം, അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം, പഞ്ചസാര. ആദ്യം തന്നെ നമുക്ക് നട്ട്സുകൾ ചെറിയ പീസുകളാക്കി മാറ്റി വെക്കണം. നമ്മുടെ ഷേക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് കൂടുതൽ രുചിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. മാത്രമല്ല നല്ല ഹെൽത്തി ആക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പീസുകളാക്കി ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ബദാമും ഇതുപോലെ തന്നെ ചെറിയ പീസുകളാക്കണം. പീസുകളല്ല, നമുക്ക് കുറച്ചൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് അവക്കാഡോ കട്ട് ചെയ്യാം. അവക്കാഡോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും എന്താ പറയുക, വളരെ ഊർജ്ജസമ്പുഷ്ടമാണ്. വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല വയറ്റിൽ നമുക്ക് കുടലിലൊക്കെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ഒക്കെ പറ്റിയ ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ മക്കൾക്ക് കൊടുക്കുക. അവർ കഴിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ രുചി അങ്ങ് പിടിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇതുപോലെ ഷേക്കൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ മക്കൾ കഴിച്ചോളും. ഈ ബദാമും അണ്ടിപ്പരിപ്പും ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് പോലും നമുക്ക് മക്കൾക്ക് ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. അപ്പം നമ്മുടെ ഈത്തപ്പഴം കൂടെ ഇതിലേക്കെല്ലാം കുരു കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഞ്ചസാരയും കട്ടപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ബദാം ഇതിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ചേരുന്ന വിധത്തിൽ ഒന്ന് ചുറ്റിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഷേക്കാണ്. സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പാകത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കി, നല്ല രുചിയുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കഴിക്കാൻ കിട്ടുന്നത് അടിപൊളിയാണ്.